കർണാടകയിലെ കൊണ്ടനഹള്ളി എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ 6 വർഷം മുമ്പ് ഹാദിയയുടെ മദ്രസ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഷെഡിൽ 30 കുട്ടികൾ മാത്രം പഠിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അവിടെ ഹാദിയയുടെ പ്രവർത്തകർ പുസ്തകം നൽകി. കുട്ടികൾ വർദ്ധിച്ചു. അതേ ഷെഡിൽ തന്നെ 80 വിദ്യാർത്ഥികളായി. ആ സമയത്താണ് മാലിക് ദീനാർ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആ മഹല്ല് ഏറ്റെടുക്കുകയും 12 ലക്ഷം രൂപ ചെലവഴിച്ച് മദ്രസ കെട്ടിടമുണ്ടാക്കി. 5 വർഷം കഴിഞ്ഞ നാടിനെ കുറിച്ച് പറയുമ്പോൾ 160 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയുണ്ട്. ആദ്യമായി ഞാൻ അവിടെ ജുമാക്ക് പോയപ്പോൾ 20 താഴെ ആളുകളാണ് ജുമാക്ക് ഉണ്ടായിരുന്നത്. റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ച ഞാൻ അവിടെ പോയിരുന്നു. പള്ളി നിറച്ച ആളുകളാണ്. നേരത്തെ റമദാൻ കാലത്ത് പോലും ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും പകല് കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ നോമ്പ് സംസ്കാരത്തിലേക്ക് വന്നു എന്നതാണ് ഹാദിയയുടെ പ്രവർത്തനം കൊണ്ടുണ്ടായ വലിയൊരു ഫലം. മദ്രസാപ്രായം കഴിഞ്ഞ മുതിർന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സമയോചിതമായി മതവിദ്യാഭ്യാസം നൽകുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഉച്ചക്ക് 3 മണി കഴിഞ്ഞ് ഒരു വീട്ടിൽ 40ഉം 50ഉം സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നു. അവരോട് അധ്യാപകൻ പഠിപ്പിക്കുന്നു. ഹാദിയ നൽകുന്ന താലീമെ ബാലിഗാൻ എന്ന മുതിർന്നവർക്കുള്ള പുസ്തകം പഠിക്കുന്നു. 6 മാസം കൊണ്ട് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അവർ പഠിച്ച് തപ്പിത്തടഞ്ഞെങ്കിലും ഖുർആൻ ഓതാനും ചെറിയ സൂറത്തുകൾ നല്ല രീതിയിൽ ഓതാനും നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുവാനും അവർ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യം കേരളത്തിന്റെ പുറത്തുള്ള തലമുറക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 50,000 രൂപ നൽകി ഹാദിയയുടെ ഒരു വില്ലേജ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.